ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് തരാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ഗെയിമിങ്ങിനും ബ്രൗസിങ്ങിനും എല്ലാത്തിനും നെറ്റ്വർക്ക് വേണമല്ലോ. പക്ഷേ നെറ്റ്വർക്ക് നല്ല സ്പീഡ് കിട്ടില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നം സോൾവ് ആക്കിയിട്ട് നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് പറയുന്ന വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് പോകുന്ന മുമ്പേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞാൽ നമുക്ക് ഏത് കമ്പനീൻ്റെ ഫോണാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇതെല്ലാത്തിനും സെയിം സെറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും എല്ലാവരും ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവും കണക്ഷൻസ് പറഞ്ഞ സാധനം. ഈ കണക്ഷൻസ് പറഞ്ഞ സാധനം ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഉണ്ടാവും ഇനി മോർ കണക്ഷൻ സെറ്റിങ്സ്. അതിപ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിലാണ് ഇങ്ങനെ കിട്ടും, മറ്റേതെങ്കിലും കമ്പനികളാണെങ്കിൽ നിങ്ങൾക്ക് മോർ കണക്ഷൻ സെറ്റിങ്സ് സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഉണ്ടാവും ഇങ്ങനെ ഈ പ്രൈവറ്റ് DNS പറഞ്ഞ സാധനം ഉണ്ടാവും. പ്രൈവറ്റ് DNS അത് ഓഫുള്ളത്, അത് ജസ്റ്റ് അടിയിലുണ്ടാവും പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം പറഞ്ഞിട്ട്. അത് ജസ്റ്റ് ചെക്ക് അടിക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് നല്ല ബ്രൗസിങ് സ്പീഡാണ് വേണ്ടതുണ്ടെങ്കിൽ, ബ്രൗസിങ് സ്പീഡ് പറഞ്ഞാൽ അത് ക്രോം സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല നല്ല സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട DNS നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കല്ല ഗെയിം കളിക്കുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ പറഞ്ഞ DNS.quad9.net പറഞ്ഞ ഈ സാധനം അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് അടിക്കുക. ഈ DNS അങ്ങനെ കട്ടായി കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ ഫോണിന് കുറച്ച് ആ നെറ്റ്വർക്കിന് കുറച്ച് സ്പീഡ് കിട്ടും, അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടും. പിന്നെ VPNs നിങ്ങളുടെ പ്രൊഫൈൽസ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മാത്രം ഓഫാക്കിയിടുക. ഓക്കെ, പിന്നെ നിങ്ങളിവിടുന്ന് ബാക്ക് വരിക. എന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയാത്ത ഡെവലപ്പർ ഓപ്ഷൻ പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ എബൌട്ട് ഫോണിൽ പോയിട്ട് എനേബിൾ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. എബൌട്ട് ഫോണിൽ പോവുക, അവിടെ ഉണ്ടാവും സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ. അവിടെ പോയിട്ട് ഈ ബേസ് ബാൻഡ് വേർഷനോ ബിൽഡ് നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ട് അവിടെ ഞാൻ പറഞ്ഞത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആക്കിയിട്ട് ഡെവലപ്പർ ഓപ്ഷനിൽ വരിക. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടാവും, ഇവിടെ കുറച്ച് അടിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഈ റണ്ണിങ് സർവീസസ് കണ്ടിട്ട് റണ്ണിങ് സർവീസസ് അത് ക്ലിക്ക് ചെയ്യുക. റണ്ണിങ് സർവീസസിൽ ഇവിടെ ഉണ്ടാവും 3 ഡോട്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഷോ ക്യാഷേഡ് പ്രോസസ്സ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് ആളൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക. ഇത് വാട്സപ്പൊക്കെ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ വാട്സപ്പിൻ്റെ ക്യാഷൊക്കെ പോയിട്ടുണ്ടാവും. അവിടെ നിന്ന് അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ ഇവിടെ അടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഡിസേബിൾ ADB അതോറൈസേഷൻ ടൈം ഓർഡർ ഉണ്ടാവും, അത് ഓണാക്കി ഇടുക. പിന്നെ കുറച്ച് അടിക്ക് വരുമ്പോൾ അടിക്ക് കുറച്ച് പോകും, ഇവിടെ വേണ്ട. പിന്നെ ഉണ്ടാവും ഈ ലോഗർ ബഫർ സൈസ് തന്നിട്ട്, അത് നിങ്ങളുടെ ഫോണിൽ എത്ര ഇടാൻ പറ്റും അതിനെ മാക്സിമം ഇടുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഗ്രാഫിക്സ് ഡ്രൈവർ പ്രശ്നമില്ല, അത് നമ്മൾ പറയണ്ടായിരുന്നു അതിന്. പിന്നെ ഇവിടെ ഉണ്ടാവും ഈ അടിക്ക്, പിന്നെ അവിടെ കണ്ടു നെറ്റ്വർക്കിംഗ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ ഇവിടെ എനേബിൾ വൈഫൈ വെർബൂസ് ലോഗിങ്, ഇപ്പോൾ നിങ്ങളുടെ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനം ഓണാക്കി ഇടുക. പിന്നെ ഈ വൈഫൈ സേഫ് മോഡ്, അതായത് പ്രൈവറ്റ് അതായത് പെർഫോമൻസ്, അതായത് നിങ്ങൾ പെർഫോമൻസ് പറഞ്ഞാൽ ഈ പിങ് കുറയ്ക്കും, ഗെയിം കളിക്കുമ്പോഴുള്ള പിങ് കുറയ്ക്കും, പക്ഷേ നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. അത് തന്നെ വേണ്ടവർക്ക് അതിടാം. അല്ലെങ്കിൽ പിന്നെ അല്ലാത്തവർക്ക് അതിൻ്റെ അടി താഴെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, വൈഫൈ സ്കാൻ ത്രോട്ട്ലിംഗ് ഉണ്ട്. അതായത് അത് നല്ല ആ ഒരു ഓപ്ഷൻ ഉണക്കിയിട്ടാൽ ബാറ്ററി നല്ലോണം പോകും, പക്ഷേ നെറ്റ്വർക്ക് നല്ല സ്പീഡ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് വൈഫൈ സേഫ് മോഡ് ഓണാക്കിയിട്ടാണ്. പിന്നെ അടിക്കാൻ പോകുമ്പോൾ ഇവിടെ ഉണ്ടാവും ടെതറിങ് ഹാർഡ്വെയർ ആക്സലറേഷൻ ബട്ടൺ, അത് നിങ്ങൾ ഓഫ് ആണെങ്കിൽ അത് ഓണാക്കിയിടുക. പിന്നെ അടിക്ക് കുറച്ചുകൂടെ പോകുമ്പോൾ പിന്നെ അടിയിൽ ഈ ഫോഴ്സ് ഡാർക്ക് മോഡ് പറഞ്ഞ സാധനം ഉണ്ടാവും, അത് ഓണാക്കിയിടുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ഗൈസ്. അപ്പോൾ അടുത്ത അത്രയും സെറ്റിങ്സാണ് നിങ്ങൾ മറ്റേ ഈ ഡെവലപ്പർ ഓപ്ഷൻ ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾ ഒന്നുകൂടെ സെറ്റിങ്സിൽ പോവുക, അവിടെ ഇങ്ങനെ സെർച്ച് ചെയ്യുക, അതായത് ആക്സസ് പോയിൻറ്റ്സ് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ ഉണ്ടാവും ഇങ്ങനെ കണക്ഷൻസിൽ ആക്സസ് പോയിൻറ്റ് നെയിംസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഉണ്ടാവും ഈ ആക്സസ് പോയിൻറ്റ് നെയിംസ് പറഞ്ഞ സാധനം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർഡർ ചെയ്യുക. എൻ്റെ ഇപ്പോൾ ജിയോ നെറ്റ് ആയതുകൊണ്ട് ജിയോ ഇത് ഇങ്ങനെ ഇവിടെ സെറ്റ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇപ്പം എയർടെൽ ആണെങ്കിൽ എയർടെൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആയിട്ടാണ് മുകളിൽ ജസ്റ്റ് ഈ ആഡ് പറഞ്ഞ ബട്ടൺ, ആ ആഡ് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ ഇപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ട് വെച്ചൊക്കെ സാധനം വെച്ചാൽ ഇതാ ഈ ആഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ നെയിം പറഞ്ഞ ഭാഗത്ത്, മുകളിലുള്ള നെയിം പറഞ്ഞ ഭാഗത്ത് ഇങ്ങനെ ഈ 4.4.8.8 5G കൊടുക്കുക. ആ 4.4.8.8 കഴിഞ്ഞിട്ട് ജസ്റ്റ് സ്പേസ് ഇട്ടിട്ട് 5G കൊടുക്കുക.
പിന്നെ APN അതിൻ്റെ തൊട്ട് താഴെ APN 4.4.8.8 കൊടുക്കുക. പിന്നെ അടി താഴെ പ്രോക്സി അങ്ങനത്തെ ഒന്നും വേണ്ട. പിന്നെ അതിൻ്റെ ഏറ്റവും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ സെർവർ സംഭവം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് ഇവിടെ www.google.com അങ്ങനെ കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ അങ്ങ് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ APN പ്രോട്ടോക്കോൾ സാധനം ഉണ്ടാവും. അത് IPv4 അല്ലെങ്കിൽ IPv6 പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഇടുക. പിന്നെ APN റോമിംഗ് പ്രോട്ടോക്കോൾ അത് IPv4 ഇടുക. പിന്നെ അതിൻ്റെ താഴെ ഉണ്ടാവും ബിയറർ സാധനം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള എല്ലാ സാധനവും അപ്പോൾ നിങ്ങളോട് കിടക്കേണ്ടത് ചിലപ്പോൾ അൺസ്പെസിഫൈഡ് ഈ ഒരു സാധനത്തിൽ കിടക്കേണ്ടാവുക. അത് നിങ്ങൾ അടിക്കുള്ള എല്ലാ സാധനവും ക്ലിക്ക് ചെയ്തിട്ട് ടോക്ക് അടിക്കുക. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇതിട്ട് എനിക്ക് പറയാം, ഈ സാധനം ഇടുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൻ്റെ ഉള്ള നെറ്റ്വർക്ക് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുകളിലത്തെ ഈ സൈഡിലേക്ക് നോക്കിയോ. ഇപ്പോൾ ഈ ജിയോയ്ക്ക് ഇടുമ്പോൾ അവിടെ കണ്ടോ എൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് കണ്ടോ LTE+ ആണ്. LTE+ മാറി ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊടുക്കണം കേട്ടോ. അതിന് ഞാനിപ്പോൾ മോളത്തെ 4.4.8 അത് ഇട്ട് കഴിഞ്ഞാൽ അത് കേട്ട് ഞാൻ വരുന്ന മാറ്റം കണ്ടോളൂ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കണ്ടോ അവിടെ വേറൊരു സംഭവം വരും. അതായത് Vivo LTE2 എൻ്റെ രണ്ടാമത്തെ സിമ്മില്ല, പക്ഷേ രണ്ടാമത്തെ സിമ്മ് പോലെ എൻ്റെ ഒരു സിം ആക്റ്റീവാണ്. അതും 5G പോലെ, മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സൊക്കെ ചെയ്യാനുള്ളത്. അതിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് കുറേ നല്ല രീതിക്ക് തന്നെ ബൂസ്റ്റ് ആവും. അതില്ലെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞാൽ മതി, 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഫോണിൻ്റെ നെറ്റ്വർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റിങ്സ്.